ആലപ്പുഴ കളർകോടുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥി ആയുഷ് ഷാജിയുടെ വീടെന്ന സ്വപ്നം പൂർത്തീകരിച്ച കോളേജും സഹപാഠികളും. ആലപ്പുഴ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ മെരിയൻ വർക്കി താക്കോലും PTA പ്രസിഡന്റ് ഗോപകുമാർ ആധാരവും ആയുഷിന്റെ കുടുംബത്തിന് കൈമാറി. ആലപ്പുഴ കളർകോടുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥി ചെങ്ങന്നൂർ കൊഴുവല്ലൂർ സ്വദേശി ആയുഷ് ഷാജിയുടെ സ്വപ്നമായ വീട് സഹപാഠികളുടെയും അധ്യാപകരുടെയും കൂട്ടായ്മയിലൂടെ യാഥാർത്ഥ്യമാക്കി. ആലപ്പുഴ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ മെരിയൻ വർക്കി താക്കോലും PTA പ്രസിഡന്റ് ഗോപകുമാർ ആധാരവും ആയുഷിന്റെ കുടുംബത്തിന് കൈമാറി. 2024 ഡിസംബർ 2-ന് നടന്ന അപകടത്തിൽ 6 വിദ്യാർത്ഥികളോടൊപ്പം ആയുഷും മരിച്ചിരുന്നു. ആയുഷിന്റെ ആഗ്രഹമറിഞ്ഞ മെഡിക്കൽ കോളേജ് PTA നേതൃത്വത്തിൽ 25 ലക്ഷം രൂപ സമാഹരിച്ച് കൊഴുവല്ലൂരിൽ 7.5 സെന്റ് സ്ഥലവും വീടും വാങ്ങുകയായിരുന്നു. ഈ ഒരു ആകസ്മിക സംഭവം ഡിസംബറിൽ നടക്കുമ്പോൾ ഞാനായിരുന്നു പ്രിൻസിപ്പൽ. അന്ന് വളരെ ദുഃഖകരമായി 128ാമത്തെ ബാച്ചിലെ 6 വിദ്യാർത്ഥികളാണ് ഒരു കാർ ആക്സിഡന്റിൽ ഞങ്ങളെ വിട്ടുപോയത്. ഈ ഒരു ഞെട്ടലിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ആരും പൂർണ്ണമായിട്ടും വിമുക്തമായിട്ടില്ല. പക്ഷേ ഈ 6 വിദ്യാർത്ഥികൾ അങ്ങനെ ആകസ്മികമായി ഞങ്ങളെ വിട്ടുപോയെങ്കിൽ പോലും കോളേജിലെ ഓരോ സ്റ്റാഫും ഓരോ വിദ്യാർത്ഥിയും എല്ലാവരും ചേർന്ന് ഞങ്ങള് ഈ കുടുംബങ്ങളെ, ഈ 6 വിദ്യാർത്ഥികളുടെ കുടുംബങ്ങളെ ഞങ്ങളോടൊപ്പം ചേർത്ത് നിർത്തി ഇപ്പോഴത്തെ ഈ 128 ബാച്ചിലെ ഓരോ വിദ്യാർത്ഥിയെയും പോലെ തന്നെ എവരെയും ഞങ്ങൾ കൺസിഡർ ചെയ്ത് മുമ്പോട്ട് പോകാം എന്ന് ഒരു തീരുമാനമെടുത്തു. വളരെ സങ്കടകരമായ സംഭവമായിരുന്നു അത്. 6 വിദ്യാർത്ഥികളുടെ കുടുംബങ്ങളെയും കോളേജ് ചേർത്തു നിർത്തി ധനസഹായത്തിന് തീരുമാനിച്ചു. ഏറ്റവും നിർധന വിദ്യാർത്ഥിയുടെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയതെന്ന് PTA പ്രസിഡന്റ് ഗോപകുമാർ പറഞ്ഞു. 2024 ഡിസംബർ 2-ാം തീയതി കളർകോട് വെച്ച് നടന്ന വാഹനാപകടത്തിൽ മെഡിക്കൽ കോളേജിലെ ആദ്യ വർഷ വിദ്യാർത്ഥികളായ 6 കുട്ടികൾ അകാലത്തിൽ മരണപ്പെട്ട വിവരം ഏവർക്കും അറിവുള്ളതാണ്. അതിൽ 3 കുട്ടികളുടെ കുടുംബം വളരെ ഭൗതികപരമായി വളരെ ഒരു സാഹചര്യം വളരെ മോശമായിരുന്നു. അതിൽ ഏറ്റവും വളരെ ഭവനം പോലും ഇല്ലാതെ തലചായ്ക്കാൻ ഒരു ഇടം പോലും ഇല്ലാതെ നിന്നിരുന്ന ആയുഷ് ഷാജിയുടെ കുടുംബത്തെ സഹായിക്കുക എന്നുള്ള ദൗത്യം ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ PTA-യും അധ്യാപകരും വിദ്യാർത്ഥികളും അഭ്യുദയകാംക്ഷികളും ചേർന്ന് ഏറ്റെടുക്കുകയായിരുന്നു. PTA-യുടെ എക്സിക്യൂട്ടീവ് തീരുമാനപ്രകാരം കരുതൽ 25 എന്ന പേരിൽ ആലപ്പുഴ വണ്ടാനം SBI ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് ആരംഭിക്കുകയും PTA-യുടെ അഭ്യർത്ഥന പ്രകാരം 128 ബാച്ചിലെ വിദ്യാർത്ഥി പ്രതിനിധികളും അതോടൊപ്പം യൂണിയൻ പ്രതിനിധി ഉൾപ്പെടെയുള്ള 3 പേരുടെ കൺവീനർ, ചെയർമാൻ, ട്രഷറർ എന്നുള്ള പേരിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ ഏറ്റവും വളരെ ഭംഗിയായി തന്നെ 25 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റൂ. ആ കളക്ട് ചെയ്ത പൈസ ഉപയോഗിച്ചുകൊണ്ട് ചെങ്ങന്നൂരിൽ അദ്ദേഹത്തിൻ്റെ, അതായത് ആയുഷ് ഷാജിയുടെ അച്ഛന് ഒരു ജോലി എന്ന ഒരു സ്വപ്നം കൂടി നമ്മൾ സാക്ഷാത്കരിച്ചു. ഡോക്ടർ KM ചെറിയാൻ ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തിന് ഒരു ജോലി സാധിച്ചു കൊടുത്തത്. വളരെ കഷ്ടപ്പാട് സഹിച്ചാണ് ആ കുട്ടികൾ പഠിച്ചിരുന്നത്. ഇപ്പോൾ എല്ലാവരും ചേർന്ന് 25 ലക്ഷം സമാഹരിച്ചാണ് കൊഴുവല്ലൂരിൽ വീട് സജ്ജമാക്കിയത്. ആ കുടുംബത്തിന് ഇത് വലിയൊരു ആശ്വാസം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. മകൻ പഠിക്കാൻ മിടുക്കനായിരുന്നുവെന്നും അവന്റെ തീവ്ര ആഗ്രഹം കൊണ്ടാണ് മെഡിസിൻ പഠിപ്പിച്ചതെന്നും വിദ്യാർത്ഥിയുടെ അമ്മ പ്രതികരിച്ചു. എന്റെ മോൻ 10ലും സ്കൂൾ ടോപ്പർ ആയിരുന്നു, 12ലും സ്കൂൾ ടോപ്പർ ആയിരുന്നു. മീറ്റിംഗ് കിട്ടി, ജെയും കിട്ടി. അപ്പം ഞങ്ങളുടെ എല്ലാം വലിയൊരു പ്രതീക്ഷയായിരുന്നു. അവനാണ് 9ാം ക്ലാസ് മുതൽ പറഞ്ഞത് എനിക്ക് ഡോക്ടർ ആവണമെന്ന്. അങ്ങനെ അവനെ നാട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ പഠിക്കാൻ വിട്ടത്. അവന്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഡോക്ടർ. അങ്ങനെ അവനെ ഇവിടെ വിട്ട്. അപ്പം 10ലായപ്പോഴത്തേക്കാണ് കോവിഡ് വന്നത്. പിന്നെ അന്നപ്പോൾ ഹോസ്റ്റൽ ഫീസ്, അവന്റെ ഹോസ്റ്റൽ ഫീസ് CBSE-യിലായിരുന്നു. ഹോസ്റ്റൽ ഫീസ്, സ്കൂൾ ഫീസ്, മോളും ഇവിടെ പഠിച്ചേ, മോളുടെ ഹോസ്റ്റൽ ഫീസ്, കോളേജ് ഫീസ്, പിന്നെ ഞങ്ങളുടെ വീടിനൊരു EMI ഉണ്ടായിരുന്നു. അപ്പൊ EMIയും കൂടി അടയ്ക്കാൻ പറ്റിയില്ല, കോവിഡ് കാരണം. ജോലിയും പോയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സാമ്പത്തികമായിട്ട് ഇത്തിരി നഷ്ടം വന്നു. അതുകൊണ്ട് ആ വീട് അങ്ങനെ വിൽക്കാൻ പറ്റി, വിറ്റത് അതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾക്കൊരിതുണ്ടായിരുന്നു. അവന് എഞ്ചിനീയറിംഗും കിട്ടി, AFMC-യിലും കിട്ടി, കിൽപോക്കിലും കിട്ടി. അപ്പം ഞങ്ങൾക്ക് തുച്ഛമായ ഒരു ഫീസേ ഉള്ളൂ കിൽപോക്കിൽ. AFMC-യിൽ ഒന്നും കൊടുക്കണ്ട.
അപ്പം പക്ഷെ ഞങ്ങൾ അവിടെ ഒന്നും ചേർക്കാതെ അവനെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് അവനെ ചേർത്തത്. കാരണം അപ്പന്റെ നാടാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ്. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു, മോനെ ഒരു തൂപ്പുകാരുണ്ടെങ്കിൽ പോലും എത്ര പേർക്ക് ഉപകാരം ചെയ്യാം. അപ്പൊ എന്റെ മോൻ അവിടെ ഒരു ഡോക്ടർ ആവുമ്പം ഒത്തിരി പേരെ നോക്കാൻ പറ്റും. അവൻ ഇൻഡോർ ജനിച്ചു വളർന്നതായിട്ടും ഞങ്ങളുടെ ആഗ്രഹം അനുസരിച്ചാണ് അവൻ ഈ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് പഠിക്കാൻ വന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് അവന്റെ കാര്യം അവന് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവന്റെ ക്ലാസ്സിലെ പിള്ളേരെല്ലാം കൂടെ, അവന്റെ ബാച്ചിലെ പിള്ളേരും അവന്റെ പ്രൊഫസർമാരും പ്രിൻസിപ്പളും എല്ലാം കൂടി ഞങ്ങൾക്കൊരു വീട് വാങ്ങിച്ചു തന്നു. ഒത്തിരി താങ്ക്സ്. അവനൊരു വീട് വയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവന്റെ കൂട്ടുകാരും അധ്യാപകരും മറ്റും ഒന്നിച്ച് വീട് നൽകിയതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥിയുടെ കുടുംബം. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.